എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയൽ. പാവയ്ക്ക തീയൽ എന്ന് പറഞ്ഞാൽ കയ്പാന്ന് പറയും എല്ലാവരും. കയ്പൊന്നും ഇല്ലുമ്പോൾ കയ്പില്ലാതെ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: പാവയ്ക്ക, 2 പാവയ്ക്ക ഞാൻ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തത്. ചുവന്നുള്ളി ഒരു 300 ഗ്രാം ചുവന്നുള്ളി ഉണ്ട് ഇത്. പിന്നെ ഒരു തക്കാളി, നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു സവാള ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതൊക്കെ വഴന്ന് കഴിയുമ്പോഴത്തേക്കും കഷ്ണങ്ങൾ കുറവായിരിക്കും. ഇത് രണ്ടും മാത്രമല്ലേ ഉള്ളൂ, അപ്പം അതുകൊണ്ടാണ് ഒരു സവാളയും കൂടി ഇട്ടത്. പിന്നെ തേങ്ങായും മല്ലിയും മുളകും, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ചുവന്നുള്ളി, ഒരു 3-4 ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ വറുത്ത് അരച്ചു വെച്ചേക്കുന്നതാണിത്. പിന്നെ പുളി, വാളംപുളി പിഴിഞ്ഞത്, കടുവറക്കാൻ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, എണ്ണ. പിന്നെ നമുക്ക് ഉപ്പ്. ഇത്രയാണ് സാധനങ്ങൾ. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാവയ്ക്ക നമുക്ക് ആദ്യം വഴറ്റിയെടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. വറുത്തൊന്നും കോരണ്ട, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ഓരോരുത്തരുടെ സൗകര്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് നോക്കട്ടെ. നമുക്ക് ഒരു ഇച്ചിരി ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വഴന്ന് വരുന്നിടം വരെ നമുക്കങ്ങനെ ചെയ്യണം. നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിക്കോട്ടെ. നമുക്ക് അപ്പോഴത്തേക്കും ചട്ടി വെച്ച് ഉള്ളി വഴറ്റി എടുക്കാം. നമുക്ക് ഇത് ചെറിയ തീയിലിരുന്നോട്ടെ. ഇത് ഒരുമാതിരി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. നമുക്ക് ഉള്ളി ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നമുക്കൊന്ന് വഴറ്റാം. ഉള്ളിയും സവാളയും പച്ചമുളകും, തക്കാളിക്ക പിന്നെ ഇടാം. ഇളക്കാം. ഒരു കുറച്ച് ഉപ്പ് നമ്മൾ പാവയ്ക്കായ്ക്ക് ചേർത്തിട്ടുണ്ട്. ഒരു ലേശം ഉപ്പ് നമുക്ക് ഉള്ളിക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മതിയാവും. ഇരുന്ന് വഴന്നോട്ടെ, വഴന്ന് വരട്ടെ. നന്നായി വഴന്നിട്ട് നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഇത് ഇരിക്കട്ടെ. നമുക്ക് ഇത് നന്നായി ഇളക്കാം. അത് കുറച്ചും കൂടെ ഉണ്ട്, ഒന്നുകൂടെ ഒന്ന് ബാധിക്കട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടിക്കട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളത്തിൽ നിന്ന് വരുന്നത് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർക്കണം.
ഇതൊന്ന് തിളച്ചോട്ടെ, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാൻ ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തതാണ്. ഉപ്പായിട്ടുണ്ട്. നമുക്കിനി പാവയ്ക്ക വഴറ്റി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ചിലർ നേരത്തെ ഇട്ട് തിളപ്പിക്കും. ഇതേ ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ ഈ പാവയ്ക്കയുടെ കയ്പ്പ് രസം ഇറങ്ങും. അത് എനിക്കിഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒത്തിരി ഇതിട്ട് കഴിഞ്ഞ് ഒരുപാട് തിളയ്ക്കാനുള്ള അവസരം കൊടുക്കത്തില്ല. ഒന്ന് തിളച്ചോട്ടെ. നമ്മൾ ഓൾറെഡി വഴറ്റി വെച്ചേക്കുന്നതല്ലേ. ഇനി നമുക്ക് കടുക് വറുത്തിടാം. ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് തിള വരുന്നുണ്ട്. നമുക്കിനി കടുക് വറുത്തിടാം. നമുക്ക് ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചാൽ മതി. നമ്മൾ പാവയ്ക്ക വഴറ്റിയതൊക്കെ എണ്ണയിലല്ലേ, അതുകൊണ്ട് കുറച്ചൊഴിച്ചാൽ മതി. ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. നമുക്ക് മുളക്, കറിവേപ്പില, നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തൊക്കെ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്.